നമസ്കാരം സുഹൃത്തുക്കളെ. എനിക്കൊരു പണി കിട്ടി. ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഞാൻ കിടപ്പിലായിപ്പോയി കേട്ടോ. ഇന്നലെ ശനിയാഴ്ച രാവിലെ ഞാൻ ഉറക്കം എണീറ്റപ്പം എൻ്റെ ഈ കാലിൻ്റെ നമ്മുടെ തുടയിലിൻ്റെ ഭാഗമുണ്ടല്ലോ, ഈ വലത് കാലിനാണ് കേട്ടോ, വലതുവശത്ത് അവിടെ ഒരു ജോയിൻറ്റിന് നല്ല വേദന ഉണ്ടായിരുന്നു. ഒരു പോയിൻ്റ് ഇങ്ങനെ നല്ല വേദന വിട്ടിട്ട് പൊള്ളൽ പോലെ വന്ന് ചെറിയ നീരും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ നടക്കാൻ പറ്റുന്നില്ല. വലത് കാൽ വെച്ച് സ്പീഡിൽ നടക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ പതുക്കെ എന്നിട്ടും ജോലികളൊക്കെ ചെയ്ത് എല്ലാം ഒതുക്കി ഞാൻ കടയിൽ കയറി കടയിലിരുന്നു. അപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഈ നീരങ്ങ് കൂടി വന്നു കേട്ടോ. നീര് കൂടിയിട്ട് വേദനയും കൂടി, നല്ല വേദനയും ഒക്കെ ആയിട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു കാലെനിക്ക് നടക്കാനേ പറ്റാത്ത അവസ്ഥയായി. ഞാനന്നേരം പിന്നെ എങ്ങനെ ഒരു പരുവത്തിന് കടയിൽ ഇരുന്നിട്ട് സമയം അടച്ച് ഇട്ട് വന്ന ഉടനെ ഞാൻ കട്ടിൽ കയറി ഒരു കിടപ്പായിരുന്നു. കാരണം വേദന കൊണ്ട് എന്നെ അങ്ങ് കിടന്നുപോയി. എന്നിട്ട് കിടന്ന് ഞാൻ നല്ല അങ്ങ് മയങ്ങിപ്പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് തെളിഞ്ഞപ്പോൾ ഈ കാലിങ്ങനെ ചലിക്കാൻ പറ്റാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റാതെ എന്തൊരു വേദനയായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പം മൊബൈൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാനിങ്ങനെ മൊബൈലിങ്ങനെ നോക്കിയപ്പോൾ വാർത്തകളൊക്കെ, നമ്മുടെ ഡൽഹി വാർത്തകൾ കണ്ട് അവിടെ പാറ്റകളുടെ സമരം വിജയിച്ചതും വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഈ പാറ്റകളുടെ അത് ഫോം ചെയ്ത സമയത്ത് തന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും വാർത്തകളൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ ആദ്യം മുതൽ തന്നെ അവരോട് പോയായിരുന്നു. അപ്പോൾ ഇന്ത്യൻ യുവത്വം ലോകത്തിന് തന്നെ മാതൃകയായി ചരിത്രം സൃഷ്ടിച്ചു. ഇന്ത്യയിൽ ഇതുപോലൊരു ജനകീയ മുന്നേറ്റം നടത്താൻ വേറൊരു പ്രസ്ഥാനങ്ങൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നല്ലൊരു വിജയമായി കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം, കൂടുതൽ വാർത്തകളിടാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിന് മൊബൈലിൻ്റെ ചാർജ് അങ്ങ് പോയായിരുന്നു. തീർന്നു വരുവാൻ ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളായിരുന്നു ചാർജ്. കഴിഞ്ഞപ്പോൾ ചാർജ് അങ്ങ് തീർന്നു. പിന്നെ എനിക്ക് അന്നേരം പോയി എണീറ്റ് വന്ന് അത് കുത്തിയിടാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി എഴിഞ്ഞായാലും പോയി ചാർജ് കുത്തിയിട്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ ഫുള്ള് അങ്ങ് റെസ്റ്റ് എടുക്കാനാണ്, ഫുള്ള് റെസ്റ്റ് ഉപവാസമായിട്ട് അങ്ങ് ഇരിക്കാനാണ് പരിപാടി. എങ്ങനെ ഉണ്ടെന്ന്, വേദന കുറയുമെന്ന്, നടക്കാൻ പറ്റുമെന്ന് നോക്കാം. കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, അതാണ് പ്രശ്നം, വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ വീടൊന്നും ആലത്തുരുത്ത് കിടക്കുവാണ്. ഒന്നും അറേഞ്ച് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് കൂടുതൽ വീഡിയോകൾ പിന്നെ ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.